വിശുദ്ധ ഇസ്ലാമിൻ്റെ ആദ്യ പ്രമാണമായ പരിശുദ്ധ ഖുർആനിൽ തന്നെ പരിചയപ്പെടുത്തപ്പെടുന്നത് മാഫറത്ന ഫിൽ കിതാബി മിൻ ഷൈഇൻ, വിശുദ്ധ ഖുർആനിൽ നിന്നൊന്നും ഒഴിവാക്കപ്പെട്ടിട്ടില്ല എന്ന രൂപത്തിലാണ്. അതായത് എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള വിധിവിലക്കുകളും കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട ഒരു ഗ്രന്ഥം നമ്മുടെ ഒരു പ്രമാണമായിട്ട് ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ ഹദീസ് എന്ന് പറയുന്ന ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു രണ്ടാം പ്രമാണത്തിൻ്റെ ആവശ്യകത ഉണ്ടോ എന്നുള്ള ഒരു ചർച്ച പൊതുവെ നമ്മൾ നിരന്തരം വിമർശനമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഈ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നമാണ്. ഈ ഹദീസ് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, പ്രവൃത്തി, മൗനാനുവാദം എന്നിവയാണ് ഹദീസ് എന്ന് പറയുന്നത്. ആ ഹദീസ് അതിൻ്റെ പ്രബലത അനുസരിച്ചുകൊണ്ട് ദഈഫ്, സ്വഹീഹ്, ഹസന് എന്നിങ്ങനെ തരംതിരിക്കാറുണ്ട്. മാത്രമല്ല ഷമായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപലാവണ്യത്തെക്കുറിച്ച് പറയുന്ന ഷമായിൽ എന്നൊരു വിഭാഗം കൂടി ഹദീസിലുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു ദഈഫ് പോലെ ഹസന്, സ്വഹീഹ് എന്നൊക്കെയുള്ള ആ ഒരു സാങ്കേതികമായ കാര്യങ്ങൾ പറയുമ്പോഴും ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായിട്ടും അത് സ്വഹീഹ് മാത്രമാണ്, അതായത് പ്രബലമായത് മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർക്കപ്പെട്ട ഹദീസ് ഒരിക്കലും അത് കളവാവില്ല, അത് സ്വഹീഹ് മാത്രമാണ്. പിന്നീട് നമ്മൾ ഈ പറയുന്ന ഈ ഒരു സാങ്കേതികമായ പ്രയോഗങ്ങൾക്ക് യഥാർത്ഥത്തിൽ വരുന്നത് അതിൻ്റെ ആ ഒരു റാവിമാരിലൂടെ, റിപ്പോർട്ടർമാരിലൂടെ നമ്മളിലേക്ക് എത്തുമ്പോൾ അവരുടെ ജീവിത വിശുദ്ധിയും അവരുടെ ജീവിത പശ്ചാത്തലമൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രബലം അപ്രബലം എന്ന സ്റ്റേജിലേക്കൊക്കെ ഹദീസ് മാറുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇത്തരത്തിലേ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്കുള്ള മറുപടി ഈ ഖുർആനിൽ തന്നെ കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമാ അതാകും റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് നിങ്ങൾ അതനുസരിച്ച് ജീവിച്ചോളി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യേണ്ടെന്ന് പറഞ്ഞോ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കാര്യങ്ങൾ മുഴുവനും അത് കൃത്യമായി അള്ളാഹുവിൻ്റെ വഹി അനുസരിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഖുർആനിൽ എന്ത് പറയുന്നോ അതിൻ്റെ ഒരു വിശദീകരണം എന്ന നിലയ്ക്ക്, അതിൻ്റെ ഒരു പൂർണ്ണ രൂപം എന്ന നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ആളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈക, നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ട ഈ ഗ്രന്ഥം അത് നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കേണ്ടതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ കാണുന്ന ഈ നമ്മുടെ ആമാലുകളുടെ പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരാകത്തുക അതിൻ്റെ പരിപൂർണാർത്ഥത്തിൽ ഒരിക്കലും വിശുദ്ധ ഖുർആനിൽ നിന്ന് കിട്ടൂല. ലളിതമായി പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നിസ്കരിക്കണം, അത്തിമിസ്വല എന്നൊരു കൽപ്പന നമുക്കൊരു പക്ഷേ ഖുർആനിൽ നിന്ന് കാണാൻ കഴിയും. പക്ഷേ എങ്ങനെ നിസ്കരിക്കണം, ഒരു നിസ്കാരം എത്ര റക്അത്താണ് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ഡാറ്റ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിവരണം ഒരിക്കലും ഖുർആനിലുണ്ടാവില്ല. അതായത് ഖുർആൻ വെച്ചുകൊണ്ട് ഒരാൾ നിസ്കരിക്കുക എന്നാൽ ഒരിക്കലും അദ്ദേഹത്തിന് അത് നടക്കില്ല എന്നുള്ളതാണ്. ഹദീസ് നിഷേധം യഥാർത്ഥത്തിൽ ഈ സ്വഹാബത്തിൻ്റെയും താബിഈങ്ങളുടെയും കാലത്ത് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ അലി റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹു തമ്മിലുള്ള യുദ്ധം അവസാനിച്ച് ഒത്തുതീർപ്പായതിൻ്റെ ശേഷം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സംഘത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയ ആളുകളാണ് ഖവാരിജിയാക്കൾ. ആ ഖവാരിജിയാക്കൾ അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഹദീസുകളെ നിഷേധിക്കാറുണ്ട്. അവരുടെ രാഷ്ട്രീയ താല്പര്യത്തെ എതിർക്കുന്ന സ്വഹാബത്തിനെയും ആ സ്വഹാബത്ത് ഉദ്ധരിക്കുന്ന ഹദീസുകളെയും ഖവാരിജിയാക്കൾ നിഷേധിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗമാണ് മുഅ്തസിലത്ത്. ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ ഈ തത്വശാസ്ത്രവും അതുപോലെ തന്നെ ഇന്ത്യൻ ഫിലോസഫിയൊക്കെ വന്ന സമയത്ത് ഇസ്ലാമിനെ ക്രൈസ്തവരും ജൂതരൊക്കെ വിമർശിക്കാൻ ആരംഭിച്ചപ്പോൾ ഇസ്ലാമിലെ ദൈക്ഷണികരായ ആളുകൾ തന്നെ ഇസ്ലാം ശാസ്ത്രീയമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, ഈ ഹദീസിനെയും ഖുർആനെയും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത്തരം ഒരു നിഷേധികളെ സംസാരം പറയുമ്പോൾ ഷാഫി ഇമാം അവിടുത്തെ പ്രസിദ്ധമായ കിതാബ് നമുക്കറിയാം, കിതാബുൽ ഉമ്മിനൊരു ഭാഗത്ത് ഇത്തരം ഹദീസ് നിഷേധികളെ കുറിച്ച് ചെറിയൊരു ചർച്ച മഹാനവറുകൾ കൊണ്ടുവരുന്നുണ്ട്. അവിടെ പറയുന്നത് ഏകദേശം 3ഓളം വിഭാഗങ്ങളായിട്ട് ഇത്തരക്കാരെ ഷാഫി ഇമാം ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആദ്യമായി പറയുന്നത് അൽ ഫിർഖത്തുല്ലത്തി റദ്ദത്തിൽ ഹദീസ കുല്ലഹ, എല്ലാ ഹദീസിനെയും, അതായത് അവിടെ ഹദീസ് സ്വഹീഹാണെന്നോ ആര് റിപ്പോർട്ട് ചെയ്തതെന്നോ എന്നൊന്നും നോക്കാതെ മുഴുവൻ ഹദീസും ദുർബലമാണെന്ന് പറയുന്ന ഒരു ടീമിനെ കാണാം. രണ്ടാമതായി പറയുന്നത് വിശുദ്ധമായ ഖുർആനിൻ്റെ ഒരു ആശയം അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതിനപ്പുറത്തേക്ക് എന്ത് വന്നാലും അത്തരം ഹദീസുകൾ, ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ ആ ആശയം ഉള്ളടങ്ങുന്ന ഹദീസ് വന്നാൽ സ്വീകരിക്കുകയും അതല്ലാത്ത എല്ലാ ഹദീസിനെയും തള്ളിക്കളയുകയും ചെയ്യുന്ന രണ്ടാമതൊരു വിഭാഗം. അതുപോലെ മൂന്നാമതായി പറയുന്നത് നമ്മൾ മുത്തവാത്തിർ എന്നൊക്കെ പറയുന്ന, അതായത് കളവിൻ്റെ മേലിൽ ഒരുമിച്ച് കൂടാൻ സാധ്യതയില്ലാത്ത ഒരു പറ്റം ആളുകൾ ഒരുമിച്ചിരുന്ന് റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അത്തരക്കാരിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട
ഹദീസ്, മുത്തവാത്തിർ എന്ന് നമ്മൾ പറയുന്ന ഹദീസ്, അത്തരം ഹദീസുകളെ സ്വീകരിക്കുകയും ഖബറുൽ വാഹിദ് എന്ന് പറയുന്ന ഒരാളിലൂടെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകളെ നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു ടീമിനെ പറയുന്നുണ്ട്. അവിടെയൊക്കെ ഈ ഒരു ടീം പല ആളുകളും അടിസ്ഥാനമായി പറയുന്ന നേരത്തെ ഉദ്ധരിച്ച പോലെ മാഫറദ്ന ഫിൽ കിതാബി മിൻ ഷൈഇൻ, വിശുദ്ധമായ ഖുർആൻ പരിപൂർണാർത്ഥത്തിൽ എല്ലാം ഉൾക്കൊണ്ട ഒരു ഗ്രന്ഥമായിരിക്കെ അത്തരം ഒരു പ്രമാണത്തിൻ്റെ ആവശ്യകത ഇല്ലല്ലോ എന്നൊരു ന്യായമാണ് അവരൊക്കെ പറയുന്നത്. മറ്റൊരു കാര്യമായിട്ട് പോലെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിൻ്റെ ഒരു 200 വർഷങ്ങൾക്കൊക്കെ ശേഷമാണ് ഇങ്ങനെ ഒരു ഹദീസുകളുടെ ഒരു ക്രോഡീകരണം നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിശ്വാസ്യത നമ്മൾ അതാണ് അവർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ സമ്മതത്തോടു കൂടി തന്നെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഹദീസുകളുടെ ഒരു ഗ്രന്ഥം രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു 1000-ഓളം ഹദീസുകൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സഹീഫത്ത് സാദിഖ എന്ന ഒരു ഗ്രന്ഥം രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സഹീഫ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് സഹീഫകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ അവിടുന്ന് തെളിവുപിടിക്കുന്നത് ഇങ്ങനെ ഇവരുടെ ഈ സഹീഫകൾ അനുസരിച്ചാണ് ഇവർ തെളിവുപിടിക്കുന്നത്. ദർത്തുലി മുഹത്ത് സിത്ത എന്ന ഗ്രന്ഥങ്ങളൊക്കെ അതിനെക്കുറിച്ച് പറയുമ്പോൾ അത്രയും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഹദീസ് ക്രോഡീകരിക്കപ്പെട്ടത് അക്കാലത്താണ്, അല്ലെങ്കിൽ ആ ഗ്രന്ഥങ്ങളിലൂടെയാണെന്ന് പറയാമെങ്കിലും സഹാബത്തിൻ്റെ കാലത്ത് തന്നെ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരിട്ടുള്ള സമ്മതം മുഖേന തന്നെ ഇത്തരം ഹദീസുകൾ ക്രോഡീകരിക്കുകയും അതിന് ഗ്രന്ഥമായി സൂക്ഷിക്കുകയും ചെയ്ത മഹാന്മാർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കലും ആ വിമർശനങ്ങൾക്ക് അത്ര അടിസ്ഥാനമില്ല നമുക്ക് പറയാൻ സാധിക്കും. പുതിയ കാലത്തും ഇത്തരത്തിലുള്ള ഹദീസ് നിഷേധ സംഘങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഈജിപ്തിലെ റഷാദ് ഖലീഫയെ പോലെയുള്ള, പാകിസ്ഥാനിലെ ഗുലാം മുഹമ്മദ് പർവേസിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ. മുമ്പ് അത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നെങ്കിൽ ഇന്നത് ലിബറലിസം എന്നൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. കുറച്ചുകൂടെയൊക്കെ സംഘടിതമായിട്ട് ഹദീസ് നിഷേധങ്ങൾക്കായിട്ട് ആഗോളതലത്തിലൊക്കെ ഇത്തരം ടീമുകൾ പ്രവർത്തിക്കേണ്ടതെന്നാണ് നമുക്ക് തോന്നുന്നത്. ശരിക്കും നമ്മൾ ഈ ഹദീസിൻ്റെ ഒരു ആധികാരിക പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ക്രോഡീകരണത്തിൻ്റെ ഒരു രീതി നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വിമർശനങ്ങൾ വരാനുള്ള മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഹദീസുകളും പരിശോധിക്കുമ്പം നമ്മൾ ഇവിടെ മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ഒരു കൃത്യമായൊരു പരമ്പര നമുക്ക് കാണാൻ കഴിയും. അതിൽ നിന്ന് തന്നെ ഓരോരുത്തരെയും കൃത്യമായി വിലയിരുത്തി അവരുടെ സ്വഭാവ ഗുണങ്ങളും എല്ലാം പരിശോധിച്ചിട്ടാണ് ഒരു റാവിയെ സ്വീകരിക്കുന്നത്. എന്തെങ്കിലും ഒരു ചെറിയൊരു പിഴവ് ഒരാളിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ആ ഹദീസിനെ സ്വീകരിക്കാതെ തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രത്തോളം സൂക്ഷ്മതയോടുകൂടെയാണ് ഓരോ ഹദീസിനെയും മഹാന്മാരെടുക്കുന്നത്. ഇത് തന്നെ ഇൽമുൽ ജർഹ് വ തഅദീൽ, അതുപോലെ ഇൽമുൽ റിജാലി, ഇങ്ങനെയൊക്കെ പറയുന്ന കൃത്യമായിട്ടുള്ളൊരു പഠന മേഖല തന്നെ ഈ ഒരു രൂപപ്പെട്ടായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിന് വലിയ പ്രാധാന്യത്തോടെയാണ് മഹാന്മാർ അത്തരം മേഖലയെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ കേവലമായിട്ട് ഇങ്ങനെ ഹദീസുകളെ കൈമാറ്റം ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു, ഇപ്പോൾ ഉലൂമുൽ ഹദീസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ജ്ഞാനശാഖയായിട്ട് ഈ ഒരു ജർഹ് തഅദീലിൻ്റെ അല്ലെങ്കിൽ ഹദീസ് നിരൂപണ ശാസ്ത്രത്തിൻ്റെ ഒരു ശാഖ രൂപപ്പെടാണ്. അതിൽ മഹാന്മാർ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. മഹാന്മാരാൽ രചിക്കപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങൾ, ഇമാം ബുഖാരി തങ്ങളുടെ ഗ്രന്ഥമുണ്ട്, അതുപോലെ ഇമാം ഹാഫിദ് ഇബ്നുൽ ഹജർ അൽ അസ്ഖലാനി തങ്ങളുടെ തെഹദീബ് എന്ന് പറയുന്ന ഗ്രന്ഥം, അതുപോലെ അബു ഹാത്തിം റാസി തങ്ങളുടെ അൽ ജർഹ് വ തഅദീൽ എന്ന് പറയുന്ന ഗ്രന്ഥം. ഇതൊക്കെ ഈ ഒരു വ്യക്തികളെ കുറിച്ച് അവരുടെ ഡാറ്റ വെച്ചുകൊണ്ട്, അവരുടെ ചരിത്രവും പശ്ചാത്തലമൊക്കെ പരിഗണിച്ചുകൊണ്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെടാൻ, അവരിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ അവർ പ്രാപ്തരാണോ എന്ന് പരിശോധിക്കുകയും അവരുടെ ജീവിതത്തെ കൃത്യമായിട്ട് ആ ഡാറ്റയെ ക്രോഡീകരിക്കുക ചെയ്യുന്ന മഹാന്മാരെ നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല ഈ ഹദീസിൻ്റെ ഏറ്റവും വലിയ കെട്ടുറപ്പ് കിടക്കുന്നതിൻ്റെ ഇസ്നാദിലാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലൗലൽ ഇസ്നാദു ലഖാല മൻ ഷാഅ മാ ഷാഅ. ഹദീസ് കൃത്യമായ ഇസ്നാദോട് കൂടി അല്ലായിരുന്നുവെങ്കിൽ ഹദീസിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ തോന്നിയത് പറയുമായിരുന്നു എന്ന്. ഇത്തരത്തിൽ ഹദീസ് സ്വീകരിക്കുന്ന വിഷയത്തിൽ മഹാന്മാരായ ആളുകൾ, അലി മദീനി റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ സ്വന്തം പിതാവ് ആണെങ്കിൽ പോലും ലഈഫായതുകൊണ്ട് ഹദീസ് സ്വീകരിക്കാത്തൊരു ഘട്ടം വരെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ഇസ്നാദ് എന്ന് പറയുമ്പോൾ ഹദീസിൻ്റെ ഏറ്റവും വലിയ ഒരു നെടുന്തൂണായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന വിഷയത്തിൽ വലിയ പ്രാമുഖ്യം മഹാന്മാർ കൊടുത്തിട്ടുണ്ട്. ഷഹാദത്തിനേക്കാളും ഒരുപടി മുകളിലായിക്കൊണ്ട് ഹദീസ് റിപ്പോർട്ടിൻ്റെ വിഷയത്തിൽ ഒരുപാട് നിബന്ധനകളൊക്കെ മഹാന്മാർ പറഞ്ഞതായിട്ട് കാണാം. ഇപ്പോൾ ഈ ഹദീസിനൊക്കെ സ്വീകരിക്കുന്നിടത്ത് മഹാന്മാരെ ഒരു കാണിക്കുന്ന ഒരു സൂക്ഷ്മത, ഇപ്പോൾ ഇമാം ബുഖാരി തങ്ങളെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനവറുകളെ ഒരു പണ്ഡിതൻ്റെ അടുത്ത് ഹദീസ് സ്വീകരിക്കാൻ ചെല്ലുന്ന സമയത്ത് ഇവർ മൃഗത്തിന് തീറ്റ കാണിച്ചു കൊടുത്തിട്ട് അതിനെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ തീറ്റ കൊടുക്കാനല്ല അവർ വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു ചെറിയൊരു പിഴവ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ട് തന്നെ ഹദീസ് സ്വീകരിക്കാതെ അത്രയും ദൂരം സഞ്ചരിച്ചത് ഒക്കെ പാഴാക്കിക്കൊണ്ട് മഹാനവറുകൾ തിരിച്ചു മടങ്ങാണ്. അതുപോലെ തന്നെ മഹാനവറുകൾ
സ്വഹീഹുൽ ബുഖാരിയിൽ വളരെ കുറഞ്ഞ ഹദീസുകൾ, 7000 വരുന്ന ഹദീസുകൾ മാത്രമേ അവിടെ സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ ഈ മഹാനവറുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏകദേശം 6 ലക്ഷത്തിലധികം ഹദീസുകൾ മഹാനവറുകൾക്ക് മനപ്പാടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അത്രയും ഹദീസുകളിൽ നിന്ന് വളരെ ചുരുക്കി വളരെ സൂക്ഷ്മതയോടുകൂടെ ഓരോ ഹദീസുകളും കിതാബിൽ രേഖപ്പെടുത്തുമ്പോൾ 2 റക്അത്ത് നിസ്കരിച്ച് കുളിച്ച് ഒക്കെ ഈ കാര്യങ്ങൾ മുഴുവനും ചെയ്തിട്ടാണ് ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം, ഇങ്ങനെ ഓരോ മഹാന്മാരും അവരുടെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അവർ ഓരോ ഹദീസും സ്വീകരിക്കുന്നതിൽ അവർ കാണിക്കുന്ന ഓരോ നിബന്ധനകൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചെറിയൊരു ന്യൂനത ഉണ്ടെങ്കിൽ ആ ഒരു ഹദീസിനെ തള്ളപ്പെടുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരാൾ ഇന്ന ആളിൽ നിന്നും ഹദീസ് സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ആ 2 പേരും അവർക്കിടയിൽ ഒരേ കാലത്ത് ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ, അല്ലാതെ മറ്റൊരാളിൽ നിന്ന് കേട്ടുകൊണ്ട് അവിടെ ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ, എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ടാണ് ഓരോ മഹാന്മാരും ഓരോ മുഹദ്ദിഥീങ്ങളും മറ്റൊരാളിൽ നിന്നുള്ള ഹദീസ് സ്വീകരിക്കുന്നതും അതിനെ ഉദ്ധരിക്കുന്നത്. നമ്മളിന്ന് കാണുന്ന സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്താണ് വളരെ ദീർഘദൂരം ദുർഘടമായ പാതകളൊക്കെ താണ്ടിക്കൊണ്ട് മഹാന്മാരായ ഇമാമികളെ യാത്ര ചെയ്യുകയും അങ്ങനെ കിട്ടുന്ന ഹദീസാണ് ചെറിയ ന്യൂനതകൾ പരിഗണിച്ചുകൊണ്ട് അവർ തള്ളിക്കളയുന്നത്. അത്രയും സൂക്ഷ്മത പാലിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിന്ന് കാണുന്ന ചരിത്രരേഖകൾക്കും ചരിത്ര സംഭവങ്ങൾക്കൊന്നും ഇല്ലാത്ത ഒരു ഒതൻറ്റിസിറ്റി, അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഫാക്ട് ചെക്കിങ്ങിൻ്റെ ഒരു വെരിഫിക്കേഷൻ്റെ ഒക്കെ പ്രാചീനമെങ്കിലും കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആധികാരികമായ ഒരു രൂപം ഹദീസിൻ്റെ ലോകത്ത് ഹദീസ് വിജ്ഞാനീയത്തിൽ മഹാന്മാർ കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അഥവാ ഇന്ന് കാണുന്ന ഇത്തരം അടിസ്ഥാനരഹിതമായ വിമർശനങ്ങളൊക്കെ ഒരിക്കലും അതിന് വില കൽപ്പിക്കേണ്ടതില്ല എന്ന് നമുക്ക് തീർത്തും പറയാം.